ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിറക്കി സർക്കാർ. ഇതു സംബന്ധിച്ച നിർദ്ദേശം പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിനെ നൽകി. തൃശൂരിലും തിരുവനന്തപുരത്തും വെച്ച് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിനു പുറമെ മുന്നണിയിൽ നിന്നടക്കം വിമർശനമുയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ എന്തിന് സന്ദർശിച്ചെന്ന രാഷ്ട്രീയ ദുരൂഹത തുടരുന്നതിനിടെയാണ് ഒടുവിൽ സർക്കാർ അന്വേഷണത്തിന് വഴങ്ങിയിരിക്കുന്നത്. ADGP MR അജിത് കുമാർ 2 പ്രമുഖ RSS നേതാക്കളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. M വിൻസെന്റ് നൽകിയ പരാതിയും സർക്കാർ DGPക്ക് കൈമാറി. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI, NCP, RJD എന്നീ പാർട്ടികൾ മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP സമ്മതിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനം ആണെന്നായിരുന്നു വിശദീകരണം. ദത്താത്രേയ തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം ADGP MR അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അജിത് കുമാർ RSS നേതാവ് രാം മാധവിനെയും കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വ്യക്തമാക്കിയത്. തിരുവനന്തപുരം കോവളത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. 2 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അജിത് കുമാർ സജീവമായിരുന്നുവെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇപ്പോ ഗവൺമെന്റിന്റെ മുൻപിലെ റിപ്പോർട്ട് പരിഗണനയിലാണ്. ഞാൻ മനസ്സിലാക്കിയത് 24-ാം തീയതിക്ക് മുമ്പായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP DGPക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അത് ഹോം സെക്രട്ടറിക്ക് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പ്രൊസീജിയർ അതാണ്. അപ്പോൾ അതിനുശേഷം അത് ഗവൺമെൻറ് എന്താണ് ആ റിപ്പോർട്ടിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായൊരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ 1200 പേജുള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം. അപ്പോൾ സർക്കാർ ഇത് പരിശോധിച്ചിട്ട് ADGPയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ ഘട്ടത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആ രീതിയിൽ പറയുന്നതാണ് ശരി. ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നു എന്നുള്ളതും ആ റിപ്പോർട്ടിനകത്ത് ഈ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനകത്ത് ആ വിവരങ്ങളെ സംബന്ധിച്ച് ആ വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നിഗമനങ്ങളെല്ലാം ഏത് രീതിയിലാണ് ആ നിഗമനങ്ങളിൽ എത്തിയിട്ടുള്ളതിനെ സംബന്ധിച്ചും ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ അതിനെപ്പറ്റി കൃത്യമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിവരാവകാശം വെച്ച് ചോദിച്ചതനുസരിച്ച് ഹോം സെക്രട്ടറിക്കാണ് ഞാൻ അതിൻ്റെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് 24-ാം തീയതി ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ വന്നു, മുഖ്യമന്ത്രി മുൻപാകെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ എന്തായാലും വേണ്ടി വരുമല്ലോ. അപ്പോൾ വിവരാവകാശം വെച്ച് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ റിപ്പോർട്ട് എനിക്ക് തന്നോളുന്നില്ല. സർക്കാരിന് അതിനെ സംബന്ധിച്ച് അവരുടെ നിഗമനമുണ്ട്. ഇപ്പോൾ DGPക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഹോം സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. അതിൻ്റെയൊക്കെ മുകളിൽ സർക്കാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മുഖ്യമന്ത്രി അടക്കം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ജനസമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ആ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് വീണ്ടും അന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നടത്തിയ ഒരു അന്വേഷണം ഒരു പ്രഹസനമായിരുന്നു. അല്ല, DGPക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്ത മാത്രമാണ്. DGPക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്ത് അത് വരട്ടെ, ഔദ്യോഗികമായിട്ട് വരട്ടെ. സ്വാഭാവികമായിട്ടും DGPക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ റിപ്പോർട്ട് സംബന്ധിച്ച് അതൃപ്തി ഉണ്ടെങ്കിൽ
അത് മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് സർക്കാർ പറഞ്ഞാൽ മതി. സർക്കാർ പുറത്ത് പറയുമ്പോൾ നമുക്ക് വ്യക്തത വരും അത് അതിർത്തി ഉള്ളത് കൊണ്ടാണോ ഇല്ല എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ മീഡിയകൾ പറയുന്നതാണ് അതിർത്തി ഉണ്ടെന്ന് പറയുന്നതാണ്. അപ്പം അത് ഊഹം മാത്രമാണ്. ഇതിൽ ഇത്രയും നാള് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇനിയിപ്പോ ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ശരി ഈ പൂരത്തെ സംബന്ധിച്ച് അന്വേഷിച്ചേ പറ്റൂ. അടുത്ത പൂരം വരും മുമ്പ് ഈ പ്രശ്നത്തിൽ വ്യക്തത ഉണ്ടാവണം. അടുത്ത കൊല്ലത്ത് പൂരത്തിന് തർക്കം ഉണ്ടാവാൻ പാടില്ല. അടുത്ത വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടത്താൻ കഴിയണം. അപ്പൊ ഇത് പൂരം എന്ന് പറയുന്ന വളരെ എന്താണ് പറയുക വിശുദ്ധമായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയെ രാഷ്ട്രീയ വിജയത്തിന് കരുക്കളാക്കി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം അറിയേണ്ട കാര്യമാണ്. അത് അറിഞ്ഞേ പറ്റൂ. ഇപ്പോഴും ADGP അജിത് കുമാറിന് ഇതിലുള്ള പങ്കിനെ സംബന്ധിച്ച് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടോ? അല്ല, അതാ റിപ്പോർട്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. ഞാൻ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അല്ലാതെ അതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ. റിപ്പോർട്ട് പുറത്തു വരാത്ത കാരണമാണോ താങ്കളുടെ സംശയങ്ങൾ? അല്ല, എനിക്ക് എന്റെ സംശയങ്ങൾ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നമുക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കും. അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതായി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്വേഷണം ഇഴഞ്ഞു നീങ്ങി എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. 5 മാസം കൊണ്ടൊന്നും പിന്നെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യം വാസ്തവത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം 5 മാസമായി. ഒരിക്കലും വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വൈകിട്ടാണെങ്കിലും വരിക എന്നുള്ളതാണല്ലോ.